മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ അവിടുന്ന് മുസ്ലിങ്ങൾക്ക് ഒരു ആവേശം കിട്ടി. സ്വാഭാവികമാണല്ലോ, നാട്ടിലെ ഒരു വലിയൊരു എന്താ പറയുക, നാലാൾക്ക് പേടിയുള്ള ഒരാൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ധൈര്യം വരും. അപ്പോൾ അത്രയും നല്ല കരുത്തരായ ആളുകൾ, ചങ്കൂറ്റമുള്ള നെട്ടലുള്ള ഒന്നോ രണ്ടോ ആൺകുട്ടികൾ ഉണ്ടായാൽ മതി ശരിക്ക് ഒരു നാട്ടിലൊക്കെ. അക്രമം ഉണ്ടാക്കാനൊന്നുമല്ല, നീതിക്ക് വേണ്ടി നിലകൊള്ള നല്ല തൻ്റെടവും ചങ്കുറപ്പുള്ള ആൺകുട്ടികൾ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞത് സ്പീഡായി പോയത് കൊണ്ടൊന്നുകൂടെ ആവർത്തിക്കുകയാണ്. അല്ലാഹുമ്മ അയ്യദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, അള്ളാഹുവെ രണ്ടാൽ ഒരു ഉമറിനാൽ ഈ ദീനിന് നീ കരുത്ത് നൽകണേ. റസൂലിന്റെ പ്രാർത്ഥനയിൽ പെട്ടതായിരുന്നു. രണ്ട് ഉമർ, ഒന്ന് ഉമർ ബിൻ ഖത്താബും മറ്റൊന്ന് അംറു ബിൻ ഹിഷാമുമാണ്, അഥവാ അബൂജഹലുമാണ്. ചങ്ങായും ചില്ലറക്കാരനൊന്നുമല്ല, ഭയങ്കര ധൈര്യവും. എത്രത്തോളം വെച്ചാൽ ബദറിൽ കൊല്ലപ്പെട്ടിട്ട് കഴുത്തിങ്ങനെ അറ്റക്കെടുക്കുന്നിട്ട് ജീവൻ കൊണ്ട് പെടയുന്ന സമയത്ത് പോലും പറഞ്ഞൊരു വർത്താനുണ്ട്, ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ പറയാം. അത്രയും ധീരനാണ് അബൂജഹൽ. ഭയങ്കര വിവരമുള്ള ആളാണ്, ഭയങ്കര തന്ത്രജ്ഞനൊക്കെ ആയിരുന്നു അബൂജഹൽ. ഏതെങ്കിലും ഒരു ഉമർ കിട്ടിയാൽ തന്നെ നമ്മൾ കരുത്തരാകും. അല്ലാഹുമ്മ അയ്യദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, രണ്ടാൽ ഒരു ഉമറിനെ കൊണ്ട് ഈ ദീനിന് നീ കരുത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. ഏതായാലും ഉമർ ഫാറൂഖ് എന്നുള്ള പേര് പിന്നീട് വന്നതാട്ടോ. അത് നമ്മളെ അങ്ങനൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തിക്കിട്ടൂല. ഉമറുൽ ഖത്താബാണ്. ഫാറൂഖ് എന്നത് പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ, ഇസ്ലാമിൽ കിട്ടിയ ഒരു സ്ഥാനപ്പേരാണ് ഫാറൂഖ്. അങ്ങനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നതോടുകൂടി ഇസ്ലാം കുറച്ചുകൂടി ആവേശഭരിതമായി മുസ്ലിങ്ങൾ. പക്ഷേ ശത്രുക്കൾ ആക്രമണം കൂട്ടി, ശക്തമായ പല നിലക്കും. ആദ്യം പിന്നെ പ്രലോഭനങ്ങളുണ്ടായി, പ്രകോപനമുണ്ടായി. പ്രലോഭനം എന്താ? എനിക്ക് അത് തരാ, ഇത് തരാ, അങ്ങനെയൊക്കെ അല്ലേ പ്രലോഭിപ്പിക്കുക. പടകുട്ടിയൊന്നും അടങ്ങിയിരിക്കുക, മിഠായി തരാ, സമ്മാനം തരാന്നൊക്കെ പറഞ്ഞ കുട്ടികൾ അടങ്ങിയിരിക്കണ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കക്കാർ ചോദിച്ചു, എന്താ വേണ്ടത്? സ്ത്രീയാണോ നിന്റെ പ്രശ്നം? നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ കെട്ടിക്കോ മക്കയിൽ നിന്ന്. പണമാണോ പ്രശ്നം? ഞങ്ങളൊക്കെ സമ്പത്തിന്റെ അധികാരം നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. അതല്ല, നിനക്ക് അധികാരമാണോ? മക്കയിലെ രാജാവാക്കി നിന്നെ വാഴിക്കാം. ഇത്രക്കല്ലേ പറ്റുള്ളൂ. ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയല്ലേ. അങ്ങനെ അബൂ താലിബാണ് റസൂലിനെ സംരക്ഷിക്കുന്നത്. അബൂ താലിബുമായി സംസാരിച്ച് ഇവർ ഒരു ധാരണയിലെത്താൻ ശ്രമിച്ചപ്പോൾ അബൂ താലിബ് റസൂലിനോട് ആ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ എൻ്റെ വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ ചന്ദ്രനും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ തന്നെ അധികാരം എൻ്റെ കയ്യിൽ അവർ തന്നാൽ പോലും ഈ ഉദ്യമത്തിൽ നിന്ന് ഞാൻ പിന്തിരിന്ന് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. രക്ഷയില്ല. അപ്പൊ പ്രലോഭനം നടന്നില്ല. പിന്നെ ഭീഷണിയായി, പ്രകോപിപ്പിക്കലായി, ശക്തമായ ഭീഷണി മുടക്കാൻ തുടങ്ങി. എങ്ങനെങ്കിലും ഇതിൽ നിന്ന് പിന്തിരണം. അതും നടക്കണ മട്ട് കാണില്ല. പിന്നെ അവർ മർദ്ദനം തന്നെ ആരംഭിച്ചു, ഭയങ്കര മർദ്ദനം. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞില്ലേ, സുമയ്യ ബീവിയെയും യാസിർ, അമ്മാർ, അവരൊക്കെയാണ് തുടക്കകാലത്തിൽ ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾ ഏറ്റ മുസ്ലിങ്ങൾ. മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു, ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബികളിൽ ഒരാളാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ റസൂലിൻ്റെ അടുത്തേക്ക് ഓടി വരിക. റസൂൽ കഅബയുടെ അടുത്തിരിക്കുന്നുണ്ട്. ഓടി വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ, റസൂലെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ നബിയെ? കാണുന്നില്ലേ ഞങ്ങളുടെ അവസ്ഥ? ശരീരം മുഴുവനും പൊള്ളലേറ്റിട്ടെ ചാട്ടവാറ് കൊണ്ടുള്ള അടിയൊക്കെ പ്രഹരമേറ്റ് ശത്രുക്കളുടെ ക്രൂരമായ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിക്കക്കള്ളിയില്ല മുസ്ലിങ്ങൾക്ക്. അത്തരമൊരു ഘട്ടത്തിൽ റസൂലിന്റെ അടുത്ത് ഓടി വന്നിട്ട് കരയണം. ഇതൊക്കെ കാണുന്നില്ല റസൂലെ, ദുആ ചെയ്യുന്നില്ലേ? ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ കോറിയിടണം. ഖബ്ബാബേ, വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംറ ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹളർമൗത്ത്. എന്താണ് പറഞ്ഞത്? ഖബ്ബാബേ, വല്ലാഹി, അല്ലാഹുവാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംറ, നമ്മുടെ ഈ ഉദ്ദേശം, നമ്മുടെ ഈ ലക്ഷ്യം
അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഹബാബെ. ഹത്താ യസീറ റാക്കിബു മിൻ സൻആ ഇലാ ഹളർമൗത്ത്, സൻആയിൽ നിന്ന് ഹളർമൗത്ത് വരെ, യമനിന്റെ രണ്ടറ്റം, ഏറ്റവും ദുർഘടമായി യാത്ര ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള രണ്ട് സ്ഥലം, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, സൻആ മുതൽ ഹളർമൗത്ത് വരെ ഏതൊരാൾക്കും, ഒരു പെൺകൊടിക്കും, ഏത് നട്ടപ്പാതിരാക്കും ആരെയും ഭയപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ശാന്തസുന്ദരമായ ഒരു അവസ്ഥ വരും ഹബ്ബാബെ. അപ്പൊ റസൂലിന്റെ ഒരു കിനാവ് ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നിസ്കരിക്കലായിരുന്നോ? നോമ്പെടുത്ത് കുത്തിരിക്കലായിരുന്നോ? അങ്ങനെ ആരാധനാ കർമ്മങ്ങളിൽ മാത്രം സംതൃപ്തി അടയുകയായിരുന്നോ? എന്തീ പറഞ്ഞത്? അങ്ങനെ നാട്ടിലൊരു സമാധാനം. നമ്മളൊക്കെ പ്രവർത്തിക്കുമ്പോൾ സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ പറയാൻ കഴിയണം, മിനിമം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അഴിമതിയില്ലാത്ത, അക്രമമില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത, അക്രമ രാഷ്ട്രീയമില്ലാത്ത ഒരു കാലം വരിക തന്നെ ചെയ്യും. അതിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് പറയാൻ കഴിയണം. ആത്മവിശ്വാസം വേണം. എപ്പോഴാ ഇത് പറയുന്നത്? അത്തരമൊരു സാഹചര്യ പരിസരത്ത് പോലുമില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് ശരീരമാസകലം മുറിവേറ്റ് വന്നു നിൽക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. കഴിഞ്ഞില്ല, അതിന് ശേഷം നബി വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അത്രയും നമുക്ക് പറയാൻ കഴിയില്ല, ഇപ്പൊ സമയത്തിന്റെ പരിമിതികൾ. അതുകൂടി നമ്മൾ കേൾക്കേണ്ടതാണ്. എന്നിട്ട് എന്താണ് ഹബ്ബാബെ കഴിഞ്ഞ കാല സമുദായങ്ങൾക്കുണ്ടായ അവസ്ഥ എന്നൊക്കെ വിവരിക്കുന്നുണ്ട്. അങ്ങനെ കടുത്ത എതിർപ്പ്, മർദ്ദനങ്ങൾ ശക്തി പ്രാപിച്ചപ്പോൾ അടുത്ത സ്ട്രാറ്റജി എന്താണ്? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നത്, തൽക്കാലം ഒന്ന് മാറി നിൽക്കാം. തൽക്കാലം, അതായിരുന്നു ഹിജറ. ഹിജറ ഒളിച്ചോട്ടമല്ല. ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ പന്ത് ഇങ്ങനെ വെക്കൂല, ഗോളി ഔട്ട് പോയ പന്ത് അടിക്കാൻ വേണ്ടി ഗോളി ഇങ്ങനെ വെച്ചിട്ട് ഗോളി ഒന്ന് ബാക്കിലേക്ക് നടക്കും. എന്തിനാ? ഒളിച്ചോടണം? അല്ല, അതൊന്ന് ബാക്കിൽ പോയി ഓടി വന്ന് അടിക്കുമ്പോഴാണ് ആ പവർ ഉണ്ടാകുക. നമ്മൾ കല്ലെടുത്ത് എറിയണമെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞാൽ പോരാ, അത് ബാക്കിലേക്ക് വലിച്ചിട്ട് എറിയണം, അല്ലേ? ഒരു സ്റ്റെപ്പ് പിന്നെ പുറകോട്ട് വെച്ചാൽ 7 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന. അപ്പോൾ യഥാർത്ഥത്തിൽ ഹിജറ എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടമല്ല, ഒന്ന് കുറച്ച് സ്റ്റെപ്പുകൾ പുറകോട്ട് വെക്കലായിരുന്നു. അപ്പോഴും തിരിച്ചു വരും, അതന്നെയായിരുന്നു ഉദ്ദേശം. അങ്ങനെ ഹിജറ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് അഖബ ഉടമ്പടി 2 ഉണ്ടായിട്ടുണ്ട്. ചരിത്രം നന്നായി നമ്മൾ അറിയണം. ചരിത്രത്തിന്റെ ഏറ്റവും ചുരുക്കരൂപമാണ് ഞാൻ പറയുന്നത്. അഖബ എന്ന് പറയുന്നത് മക്കയിലെ കഅബയുടെ സമീപത്തുള്ള അഖബ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു കരാറ്. അത് 2 ഉണ്ടായിട്ടുണ്ട്. അഖബത്തുൽ ഊല, അഖബത്തു സാനി. 2 കൊല്ലങ്ങളിലായി 2 ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. അഖബ കരാർ, അഖബ ഉടമ്പടി. ആരുമായിട്ടാ? മദീനക്കാരുമായി. എന്ന് പറഞ്ഞാൽ മദീനയിലെ ആളുകൾ മക്കയിലേക്ക് വരും ഹജ്ജിനായിട്ടും. നമുക്ക് ഹജ്ജ് ഉണ്ടായിരുന്നല്ലോ, ഹജ്ജിനായിട്ടും മറ്റൊക്കെ വരും. അറബികൾ വരും. ഈ അറബികൾ വരുമ്പോൾ മക്കക്കാർ എന്ത് ചെയ്യുന്നറിയോ? മക്കക്കാർ വരുന്ന ആളുകളോടൊക്കെ പറയും, ഇവിടെ നബി കള്ളപ്രവാചകൻ ഉണ്ട് കേട്ടോ, കേൾക്കാൻ നിൽക്കണ്ട, മുബരെ കൂടാൻ നിൽക്കണ്ട. പബ്ലിസിറ്റി കൊടുത്ത മുഴുവനും ഇവരാണോ? നമ്മൾ ചിന്തിക്കും, നമുക്കൊക്കെ ചിലപ്പോൾ പബ്ലിസിറ്റി നമ്മൾ പോലും വിചാരിക്കാതെ നമ്മൾ പോലും വിചാരിച്ച എത്താത്ത രീതിയിൽ ശത്രുക്കൾ നൽകും. അപ്പോഴാണ് ആളുകൾ പലതും അറിയാം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ, അതൊരു ബെനിഫിറ്റായിട്ട് നമ്മൾ എടുക്കണം. എല്ലാവരോടും നടന്നു പറയും, വരുന്നവരോടൊക്കെ പറയും. മനുഷ്യനൊരു ഒരു സൈക്കോളജിക്കലി ഒരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രശ്നമുണ്ട്. അതായത് ഇങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അല്ലേ? ആരും ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കരുതിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത ആവും. എന്തവിടെ ഒന്ന് നോക്കണം. അപ്പൊ എല്ലാ ആളുകളോടും ഇങ്ങനെ പറയും, ഇവിടെ ഒരു മുഹമ്മദ് എന്നൊരു കള്ളപ്രവാചകനുണ്ട്, ഭയങ്കര പ്രശ്നമാണ്, അയാളെ ചതിയിൽ പെടരുതെന്നൊക്കെ പറയുമ്പോൾ ഈ വരുന്ന ആളുകൾക്ക് തോന്നില്ല, എന്നാൽ പിന്നെ മൂപ്പരൊന്ന് കണ്ടു കളയാമല്ലോ. അങ്ങനെയാണ് ഇവർ റസൂലിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ മദീനയിൽ വന്ന ഒരു 12ഓളം ആളുകളുമായിട്ട് ഒരു കരാർ, ഒരു സംസാരം ഉണ്ടായി. അപ്പൊ അവർക്ക് ദീന് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ ചില ആളുകളൊക്കെ അത് അംഗീകരിച്ചു. ഓക്കെ, ഞങ്ങൾക്ക് ദീനൊന്ന് പഠിക്കണം. പിന്നെ അങ്ങനെ ഇവർ തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ കൂടെ കുറച്ച് ആളുകളെ പറഞ്ഞയച്ചു. പ്രധാനമായും അതിൻ്റെ ലീഡർ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. ആദ്യ പോക്കാണ്. മദീനക്കാരെ കൂടെയാണ് പോകുന്നത്. അറബികൾക്ക് ഒരു ഗുണമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അവർ ഏറ്റെടുത്തതാണ്. ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ നോക്കിയതാണ്. ആ ജീവൻ കൊടുത്തു അവർ നോക്കും.
അങ്ങനെ മുസ്അബ് റളിയല്ലാഹു അൻഹു ടീമിനെ ഇവർ കൊണ്ടുപോവുകയാണ് മദീനയിലേക്ക്. മുസ്അബ് എന്ന് പറയുമ്പോൾ വലിയ തലകെട്ടൊക്കെ കെട്ടിയ, വലിയ ജുബ്ബ കെട്ട വലിയൊരു മനുഷ്യനാണെന്നൊന്നും വിചാരിക്കല്ലേ. 17, 16, 17, 18 വയസ്സ് പ്രായമേ ഉള്ളൂ മുസ്അബ് റളിയല്ലാഹു അൻഹു. മദീനയിലേക്ക് പോകുമ്പോൾ എന്തിനാ പോകുന്നത്? മദീനയിൽ ഇസ്ലാമിന്റെ കളമൊരുക്കാൻ റസൂല് പറഞ്ഞയക്കുന്നത് ഈ മുസ്അബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ വേറെ പഠിക്കണം. രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും ആ ചെറുപ്പക്കാരനായ മുസ്അബ് റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടാൽ. നമുക്കൊക്കെ 25 വയസ്സ് 26 വയസ്സായിട്ട് നമ്മളെ മക്കൾ പക്വതായിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരാളോട്, അദ്ദേഹത്തിന്റെ മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒക്കെ ആൺകുട്ടികളാണ്, മൂത്ത ആൺകുട്ടി ഗൾഫിൽ നിന്ന് 2 ടൈം കഴിഞ്ഞിട്ടാണ് വരുന്നത്, 2ാമത്തെ ടൈമിൽ. അപ്പം ഞാൻ ചോദിച്ചു, അവനോട് സംസാരിച്ചു, അവർക്ക് കല്യാണം കഴിക്കണമൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടിലായിട്ട് ഒന്നും ആലോചിക്കണില്ല. അപ്പം ഞാൻ വാപ്പാട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അതൊന്നും പക്വതാവട്ടെ എന്ന്. 26 വയസ്സായിട്ട് നമ്മളെ മക്കൾക്ക് പക്വതായിന്ന് സമ്മതിക്കില്ല നമ്മൾ. പിന്നെ ആ കുട്ടികൾ വേറെങ്കിലും വഴിയിൽ തെറ്റിപ്പോയാൽ പിന്നെ ആരാണ് അതിന്റെ ഉത്തരവാദികൾ? ഇമാം ഷാഫിഈ 13ാമത്തെ വയസ്സിൽ മുഫ്തിയായിന്നാ. മുഫ്തി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഫത്വ കൊടുക്കാൻ പാകപ്പെട്ടു എന്നാ. 53ാമത്തെ വയസ്സിൽ ഇമാം ഷാഫി മരണപ്പെട്ടിട്ടുണ്ട്, 53-ൽ. അപ്പൊ നമ്മൾ വയസ്സൊക്കെ ആയിട്ട് കൂട്ടി നോക്ക്, ലോകത്തിലെ വലിയ ഇമാമിങ്ങളിൽ ഒരാളായില്ലേ, വെറും 53 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. ഹസനുൽ ബന്ന, ഇമാം ഹസനുൽ ബന്ന 48ാമത്തെ വയസ്സിൽ ഷഹീദായിട്ടുണ്ട്, രക്തസാക്ഷിയായിട്ടുണ്ട്. ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനം അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ, അദ്ദേഹം നേതൃത്വം കൊടുത്തതാ. 11ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് നേതൃപരമായ പങ്ക് വഹിച്ചു തുടങ്ങി. ഇമാം സയ്യിദ് അബുൽ അഅ്ല മൗദൂദി 13ാമത്തെ വയസ്സിൽ മൗലവി ബിരുദം നേടിയിട്ടുണ്ട്. ചില ആളുകൾ പറയും അദ്ദേഹത്തിന് അറബി അറിയില്ല, അദ്ദേഹത്തിനൊന്നും. എന്തൊരു തമാശയാണിത്! 13ാമത്തെ വയസ്സിൽ അദ്ദേഹം മൗലവി ആലിം ബിരുദം നേടിയിട്ടുള്ള ഇമാമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇമാമിങ്ങളുടെ പൂർവികരുടെ ഒക്കെ പ്രായം. ഏതായാലും മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിൽ പോയി. അദ്ദേഹത്തിന്റെ അവിടുത്തെ പ്രബോധന പ്രവർത്തനം തന്നെ ഭയങ്കര ചരിത്രമാണ്. മദീനയിൽ ചില ഗുണ്ടകളൊക്കെ വീട്ടിലേക്ക് കയറി വന്നതും അങ്ങനെ ഭയങ്കര രസകരമായ ചരിത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഏതായാലും ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ, നേരത്തെ വന്ന 12 പേരാണെങ്കിൽ അടുത്ത കൊല്ലം 73 ആളുകളാണ് മദീനയിൽ നിന്നും റസൂലുമായി സംസാരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അതാണ് അഖബത്തു സാനി, 2ാം അഖബ ഉടമ്പടി എന്ന് പറയുന്നത്, 2ാമത്തെ ഉടമ്പടി. ആ ഉടമ്പടി പ്രകാരം അതില് മക്കയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടില്ല, പക്ഷേ ഈ ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവര് കരാറിൽ ഏർപ്പെടുകയാണ്. നബി മദീനയിൽ വന്നാൽ ഓക്കെ ഞങ്ങൾ സ്വീകരിച്ചോളാം, അങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ റസൂൽ ചോദിക്കുന്നുണ്ട്, എന്ത് വന്നാലും കൂടെ നിൽക്കാൻ നിങ്ങൾ റെഡിയാണോ? അവര് റെഡിയാണെന്ന് ഓക്കെ പറയുന്നു, റസൂൽ സമ്മതിക്കുന്നു. റസൂലിനോട് അവരും ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങളെ കൈവിട്ട് പോകൂലല്ലോ നബിയെ എന്ന് അവരും ചോദിക്കുന്നുണ്ട്. റസൂൽ വാക്ക് കൊടുക്കുന്നുണ്ട്, ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. റസൂൽ വഫാത്തായത് പോലും മദീനയിലാണ്, റസൂലിന്റെ ഖബർ പോലും മദീനയിലാണ്. അതിന്റെ പിന്നിലൊക്കെ വലിയ ചരിത്രമുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, പോകാമെന്ന് കരാറ് ചെയ്യുകയാണ്. അതാണ് 2ാം അഖബ ഉടമ്പടി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഇതിന്റെ ഇടയിൽ ത്വായിഫിലൊക്കെ പോയ ചരിത്രമൊക്കെ ഉണ്ട്. അങ്ങനെ പല സംഗതികളും വിട്ട് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് അനുവാദം കൊടുത്തു, നിങ്ങൾ പോയിക്കോളൂ. ഓരോരുത്തരായിട്ടും കൂട്ടമായും ഒക്കെ ശത്രുക്കൾ അറിയാതെ ഇവരെന്ത് ചെയ്തു, എല്ലാവരും മക്ക വിടാൻ തുടങ്ങി, പലായനം ചെയ്യാൻ തുടങ്ങി, ഹിജ്റ ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പ് ഹിജ്റ ഉണ്ടായിട്ടുണ്ട്, മദീനയിലേക്ക് അല്ല ആദ്യത്തെ ഹിജ്റ. ഇവിടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഹിജ്റ എങ്ങോട്ടാ? അബിസീനിയയിലേക്കാണ്, അല്ലെ, എത്യോപ്യയിലേക്കാണ്. മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ്, അലി റളിയല്ലാഹുവിന്റെ ജ്യേഷ്ഠനാണ് ജഅഫർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സംഘം അങ്ങോട്ട് പോയി. നജാശി രാജാവുമായിട്ട് വലിയ സംവാദമൊക്കെ ഉണ്ടായ ചരിത്രമൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ അതിനൊക്കെ ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട മദീനയിലേക്കുള്ള ഹിജ്റ ഓരോ സഹാബികളും കുടുംബമായിട്ടും മറ്റും അല്ലാതെയും ഒക്കെ പോകുകയാണ്. എല്ലാം ഇട്ടെറിഞ്ഞ് അവർ പോകുകയാണ്. എല്ലാവരും രഹസ്യമായി പോയി, ഒരാളൊഴികെ. ഒരാൾ രഹസ്യമായിട്ട് പോകാം മൂപ്പർക്ക് പറ്റൂല. മൂപ്പർ അങ്ങനെയാണ്. മൂപ്പര് കഅബയുടെ അടുത്ത് വന്നു. കഅബയുടെ അടുത്ത് വന്നിട്ട് വാളിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഉറക്കൊരു പ്രസംഗം നടത്തിയതാ. മക്കക്കാരെ, ഖത്താബിന്റെ മകൻ ഉമറാണ്, ഞാൻ ഹിജ്റ പോകുകയാണ്, എനിക്ക് ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല, എൻ്റെ റസൂലിന്റെ തീരുമാനമാണ്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. ആരെങ്കിലും ഭാര്യമാരെ വിധവകളാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, മക്കള് അനാഥരായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇതാ
ഈ മക്കയുടെ അതിർത്തിയിൽ വരാം, ഉമറിനെ നേരിടാം എന്ന് പറഞ്ഞ് പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ പോകുന്നത്. അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അങ്ങനെ ചില വളരെ ചരിത്രത്തിലെ അപൂർവ ആളുകൾക്ക് അങ്ങനെ ഭയങ്കര ചങ്കൂറ്റം എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ടോ. നട്ടല് എന്നൊക്കെ പറയില്ലേ, ചങ്കുറപ്പ് എന്നൊക്കെ പറയില്ലേ, വല്ലാത്ത സാധനമാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം പോയി, എല്ലാവരും പോയി. ഇനി മക്കയിലുള്ളത് ആരൊക്കെയെന്നറിയോ? ഒന്ന് അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ്, മറ്റൊന്ന് അലി ഇബ്നു അബീ ത്വാലിബ്. മൂന്നാൾ മാത്രമേ ഉള്ളൂ. അല്ല, മൂന്നാൾ മാത്രമല്ല, ചരിത്രത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഈ മൂന്നാളുകൾ. പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ പോകാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. അസ്മാ ബീവി ഉണ്ട്, അവരൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകളിൽ ഇവർ മൂന്നാളാണ് ഇനി പോകാനുള്ളത്. അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇത് ഇത്രയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയെങ്കിലും പറയുമ്പോഴേക്ക് ബദർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ബദർ എന്താണെന്ന് നമ്മൾ അറിയണം. കാരണം ലഖദ് കാലലക്കും പിന്നെ ആയത്തുൻ ഫീ ഫിഅതൈൻ ഇൽതഖത, ഖുർആൻ വ്യക്തമായി പറഞ്ഞു, ആ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയതിൽ നിങ്ങൾക്ക് തീർച്ചയായും പാഠമുണ്ട്. ഇത് ഖുർആനിൽ കിടക്കുകയാണ് ഈ ആയത്ത്. ആ പാഠം നമ്മൾ അറിയണം, ആ പാഠം നമ്മൾ പഠിക്കണം, ആ ചരിത്രം നമ്മൾ അയവിറക്കണം. ആ ചരിത്രം കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാണ്ട് അവരെ പേരും പറഞ്ഞ് കുറെ തിന്നും കുടിച്ചിപ്പോൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് പിന്നെ ആട്, പോത്ത്, കോഴി ഒക്കെ നേർച്ച ആക്കുന്നവർ ഇത്രാം തീയതിക്ക് മുമ്പ് പള്ളിയിൽ എത്തിക്കണമെന്നും ബദരീകളാണ്ടിന്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഇവർ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവരെന്ത് ചെയ്യുന്നറിയോ? മക്കയിൽ വലിയ ചർച്ചയായി, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകണമല്ലോ, എല്ലാവരും നാട് വിടുകയാണ്. ഇവിടെ മുസ്ലിങ്ങൾ ആരെയും കാണാനില്ല. ഇനി മുഹമ്മദ് നാട്ടിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊന്നുകളയണം, എത്രയും പെട്ടെന്ന് കൊന്നുകളയണം. അങ്ങനെ അവർ പെട്ടെന്ന് അടിയന്തരമായി യോഗം കൂടി 9 കുടുംബങ്ങളിൽ നിന്നായി 9 പ്രധാനപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്തു ഈ കർമ്മം നിർവഹിക്കുക. അവരുടെ നേതൃത്വത്തിലാണ് പിന്നെ വീട് വളഞ്ഞത്. എന്തിനത്ര ആളുകളെ തെരഞ്ഞെടുത്തത്? അതൊക്കെ അബൂജഹലിന്റെ ബുദ്ധിയാണ്. എങ്ങാനും വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പേര്. അപ്പം എന്ത് ചെയ്യും? എല്ലാ കുടുംബമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. ഒരു കുടുംബത്തിനെ തൊടുമ്പോൾ ആ കുടുംബക്കാരും ഒത്തിറങ്ങും. അപ്പം എല്ലാ കുടുംബത്തിലും ആളുകളും ഉണ്ട്. അപ്പോൾ പ്രശ്നമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകും. അത് അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു അബൂജഹൽ ആവിഷ്കരിച്ചത്. അങ്ങനെ ഇവര് റസൂലുള്ളാഹി വളരെ ഗൂഢാലോചന നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളയുകയാണ്. ഇൻഷാ അല്ലാഹ് വീട് വളഞ്ഞിട്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തോടു കൂടി നമ്മളെ ഹിജ്റ കണ്ട് അവിടെ പോകും. ഹിജ്റ വലിയ രസമാണ്. അതിന് ശേഷമാണ് പിന്നെ ബദറിൻ്റെ എന്താണ് അവിടെ സംഭവിച്ചതും എന്താണ് ബദറിലേക്കുണ്ടായ പശ്ചാത്തലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ, ഇസ്ലാമിക ചരിത്രം വളരെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സ്വസ്ഥതയും സമാധാനവും എത്രയും പെട്ടെന്ന് പുലരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഓരോ റമളാനിലും, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി റമളാൻ ഭയങ്കര അസ്വസ്ഥജനകമായ ഒരു സാഹചര്യം മനഃപൂർവ്വം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സൃഷ്ടിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അതിന് എന്താ പറയുക, അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും റഹ്മാനായ റബ്ബ് പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല മുസ്ലിം ഈ പ്രതിസന്ധികൾ പോലും നാളെ ഭാവിയിൽ മുസ്ലിം ഉമ്മത്തിന് ഖൈറായി തീരുന്ന ഒരു തീരുമാനമായി റബ്ബ് മാറ്റിത്തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന്